പലപ്പോഴും NRIs നാട്ടിൽ വരുന്ന സമയത്ത് ഒരു ബഡ്ജറ്റിലാണ് വരുന്നത്. വന്ന് പൈസ മൊത്തം തീർത്തിട്ട് പോണ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പോൾ ചെറിയ ജോലിയിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ മിക്കവാറും എത്ര ഒരു വർഷം കൊണ്ട് സമ്പാദിച്ച് സേവിങ്സ് ഉണ്ടോ ആ പൈസ മൊത്തം ഇവിടെ വന്നിട്ട് തീർത്ത് പോണ ഒരു അവസ്ഥ ഉണ്ടാവും. അത് ചെയ്യണത് ഭയങ്കര ഒരു മണ്ടത്തരം എന്ന് വെച്ചാൽ അതൊരു ഡിസിപ്ലിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ വരേണ്ട ടൈമിൽ ഫ്ലൈറ്റിന് എത്രയാണ്, ഇവിടെ വന്നിട്ട് എത്ര രൂപ ചിലവാക്കും, ഇതൊക്കെ ഒന്ന് ബഡ്ജറ്റ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാക്കിയിട്ട് വരണമെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ അടുത്ത പ്രാവശ്യം തൊട്ട് ഇതിന് വരുന്ന സമയത്ത് നമുക്കറിയണം എത്ര രൂപ എനിക്ക് ബഡ്ജറ്റ് വേണമെന്നുള്ളത്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു 2.5 ലക്ഷം രൂപയാണ് നമ്മുടെ ബഡ്ജറ്റ് എന്നുണ്ടെങ്കിൽ ഒരു 20,000 രൂപ വെച്ചിട്ട് എല്ലാ മാസവും SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. എന്നിട്ട് ആ 2.5 ലക്ഷത്തിൽ നിൽക്കണം ചിലവ്, അതിനേക്കാളും കൂടുതൽ ചെയ്യരുത്. ഇത് ചെയ്യാണ്ടാണ് ഇപ്പോൾ ഞാൻ എസ്പെഷ്യലി ഇത് കണ്ടുവന്നിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അത്രയധികം വരുമാനമില്ലാത്തവർ. അല്ലാന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിന് ജോലിയുണ്ട്, ഭാര്യയ്ക്ക് ജോലിയുണ്ട്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ പൈസ വെച്ചിട്ടായിരിക്കും മൊത്തം കുടുംബം പോണത്. അപ്പോൾ ഭാര്യ ചെയ്യണ കാര്യം വെച്ചാൽ ഉള്ള പൈസ മൊത്തം അടിച്ചു പൊളിച്ച് തീർക്കും. ഇപ്പം നമ്മുടെ അങ്ങനെയുള്ള ഒട്ടുമിക്ക ആൾക്കാരുടെയും പൈസ കയ്യിൽ നിൽക്കാത്തതിൻ്റെ ഒരു കാര്യം നാട്ടിൽ വരുമ്പോൾ അങ്ങോട്ട് മൊത്തം അടിച്ചു പൊളിച്ച് തീർക്കണതാണ്. ഇത് ഷോപ്പ് ചെയ്യും, നമ്മുടെ ബന്ധുക്കൾക്ക് എല്ലാവർക്കും കുറേ ഗിഫ്റ്റ് കൊടുക്കും, ടൂറ് പിന്നെയും കുഴപ്പമില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആണെങ്കിൽ വെരി ഗുഡ്. അതും ഒരു ബഡ്ജറ്റിൽ ചെയ്യണമെങ്കിൽ നല്ലത്.